ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേൾക്കാമോ സാറേ? എനിക്ക് കേൾക്കാം. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ പുതിയൊരു ചൊവ്വാഴ്ച കഥയിലുമുണ്ടൊരു കാര്യം. ഇന്നത്തെ ദിവസം സ്വന്തമായി എഴുതിയൊരു കഥ നമുക്ക് വേണ്ടി നൽകുന്നത് ലക്ഷ്മണൻ സാറാണ്. സാർ കോട്ടയം സ്വദേശിയാണ്. മെഡിക്കൽ കോളേജില് വളരെ കൃത്യമായ രീതിയിൽ അനേക കാലം ജോലി ചെയ്ത് റിട്ടയർമെന്റിന് ശേഷം ഇപ്പൊ മറ്റൊരു സ്ഥാപനത്തില് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യാണ്. അതോടൊപ്പം ഇതുപോലെ ചെറുകഥകൾ, പ്രത്യേകിച്ച് കുഞ്ഞിന്റെ മാഷിന്റെ കവിതകൾ കുട്ടികളെ സത്യത്തിൽ ചലിപ്പിക്കുന്ന വ്യക്തിത്വമായി മാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് ലക്ഷ്മണൻ സാറിനെ ഞാൻ കാണുന്നത്. അപ്പൊ സാർ ഇന്ന് നമുക്ക് വേണ്ടി ഒരു കഥ സ്വന്തമായി എഴുതിയ കഥയാണ്. സാർ അത് പ്രസന്റ് ചെയ്യുകയാണ്. അഴിമതി നമ്മളെപ്പോഴും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അത് പ്രധാന വിഷയമായിട്ട് എടുത്തുകൊണ്ട് തത്വദീക്ഷിതയുടെ പ്രതികൾ നഷ്ടപ്പെട്ട ഒരാൾ എന്ന പേരിൽ സാർ എഴുതിയ ഒരു ചെറുകഥയാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ നമുക്ക് സാറിന്റെ കഥയിലേക്ക് നീങ്ങാം. കഥയുടെ പ്രധാനപ്പെട്ട വശങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ ചേർക്കാം. 67ാമത്തെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ലക്ഷ്മണൻ സാറിനെ. ലക്ഷ്മണൻ സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. സാബു കേരളം സാറ് ഏറ്റവും നല്ലൊരു ഇന്ററാക്ഷൻ ആണ് ഇപ്പോൾ ഒരുക്കി തന്നിരിക്കുന്നത്. ഞാൻ രണ്ടാവർത്തി കുഞ്ഞുണ്ണി കവിതകളുമായി ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രോഗ്രാമും അല്ലെങ്കിൽ ഇതിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന എല്ലാ പ്രോഗ്രാമും ഞാൻ കാണാറുണ്ട്. പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ക്ലിപ്പിംഗ് ആയിട്ട് ഇടുന്നതാണെങ്കിൽ എൻ്റെ യാത്രക്കിടയിലും ഒക്കെ കാണാറുണ്ട്. ഇതൊരു മോട്ടിവേഷണൽ, ഇപ്പോഴും എനിക്കത് ഹൈലി മോട്ടിവേഷണൽ ആയിട്ട് തോന്നുന്നുണ്ട്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പല പ്രോഗ്രാമിലും ഞാനും സർവാത്മന പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്കായി ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു അനുഭവ കഥ തന്നെയാണ്. എങ്കിലും അതെല്ലാം അഴിമതി ഇപ്പോഴും തുടച്ചു നീക്കാനാവാതെ നിലനിൽക്കുന്നു എന്ന ഒരു ആശയം മുന്നിൽ വെച്ച് ആശുപത്രിയിൽ നടക്കുന്ന ഒരു ഓഫീസിൽ നടക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ ഉള്ളിലെ ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളുടെ ചുരുളഴിയുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എത്രമാത്രം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എങ്കിലും നമുക്കത് എത്രയും നന്നായി പ്രസന്റ് ചെയ്യാൻ സർവാത്മന ശ്രമിക്കുകയാണ്. സാബു കേരളം സാറിന് ഒന്നുകൂടി നന്ദി പറയുന്നു. കഥയുടെ പേര് തത്വദീക്ഷയുടെ പ്രതികൾ നഷ്ടപ്പെട്ട ഒരാൾ. തത്വദീക്ഷയുടെ പ്രതികൾ നഷ്ടപ്പെട്ട ഒരാൾ. കൂട്ടരെ, ഒരു വലിയ ധർമാശുപത്രി ആഫീസിലെ മുതിർന്ന ഗുമസ്തനാണ് ഈ ഞാൻ. ദിവസേന ധാരാളം രോഗികൾ, പ്രത്യേകിച്ചും കിടപ്പ് രോഗികളെ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകുന്ന ആശുപത്രിയാണ് ഞങ്ങളുടേത്. വൈദ്യ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്നാണ് ഞങ്ങളുടെ ഈ ആതുരാലയം പ്രവർത്തിക്കുന്നത്. വെള്ളക്കോട്ടിട്ട ഭിഷഗ്വരർ, കുട്ടികൾ, രോഗികൾ, കൂട്ടിരിപ്പുകാർ, പൊതുജനങ്ങൾ ഒക്കെ എപ്പോഴും കയറി ഇറങ്ങുന്നുണ്ടാവും ഞങ്ങളുടെ ആശുപത്രി പടവിലൂടെ. എന്റെ സഹപ്രവർത്തകർക്കിടയിൽ ഞാൻ CK എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ആശുപത്രി ജീവനക്കാരനായ കരുണാകരൻ ശിവായിക്കും അറ്റൻഡർമാർക്കും രോഗികൾക്ക് ആഹാര വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കോൺട്രാക്ടർമാർക്കും ഞാൻ CK സാറാണ് കേട്ടോ. എന്റെ മേലാഫീസർക്ക് ഞാൻ ഡയറ്റ് ക്ലർക്ക് മിസ്റ്റർ CKയും. ചുരുക്കത്തിൽ ഞാനൊരു മാന്യനാണെന്നാണ് അവരുടെ വയ്പ്. എന്റെ ജോലി എന്താണെന്നല്ലേ? ഈ വലിയ ആശുപത്രിയിൽ രോഗശാന്തിക്കായി വരുന്ന രോഗികൾക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം പാകം ചെയ്യുവാനുള്ള പദാർത്ഥങ്ങൾ ടെൻഡർ ക്ഷണിക്കുക. പോഷകാഹാരം എല്ലാവർക്കും നല്ലതാണല്ലോ. അതുകൊണ്ട് അന്തേവാസികളായ ചില്ലറ ജീവനക്കാർക്കും
വരുന്ന ടെൻഡറുകൾ സീൽ വെച്ചതാണോ എന്ന് പരിശോധിച്ച് ഇൻവേർഡ് സെക്ഷനിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് എന്റെ സെക്ഷനിലേക്ക് മാർക്ക് ചെയ്ത് വരുന്ന അത് ക്രമമായി അടുക്കി ഫയലിൽ കോർത്തിണക്കി വെക്കുക. പിന്നീട് ഓഫീസർ മുമ്പാകെ അത് എൻവലപ്പ് പൊട്ടിച്ച് തുറന്ന് അടുക്കി വെക്കുന്നു. ശേഷം സൂക്ഷ്മ പരിശോധനയിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ളവ ഏതെന്ന് രേഖപ്പെടുത്തി നോട്ട് തയ്യാറാക്കി ഉത്തരവിനായി മേലാഫീസർക്ക് സമർപ്പിക്കുകയാണ്. ആശുപത്രി അടുക്കളയിലേക്ക് വരുന്ന അരി, ഗോതമ്പ്, പഞ്ചസാര, പാൽ, മുട്ട, ഇറച്ചി ഇത്യാദി വസ്തുക്കൾ എണ്ണേണ്ടവ എണ്ണിയും അളക്കേണ്ടവ അളന്നും രേഖപ്പെടുത്തി തിട്ടം വന്ന് ബോധിച്ച് അടുക്കള രജിസ്റ്ററിൽ രേഖപ്പെടുത്തി മേൽനോട്ടം വഹിക്കുക. ഇതെല്ലാമാണ് എന്റെ ജോലികൾ. തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. ആശുപത്രിയുടെ ഒരു പ്രത്യേക മണം ആഫീസിലും പരിസരത്തും പരിലസിച്ചിരുന്നു. നേരത്തെ ആഫീസിൽ എത്തി. ഫാനിന്റെ സ്പീഡ് കൂട്ടിയിട്ട് കസാരയിൽ ഇരിപ്പുറപ്പിച്ചു. കസാരമേൽ ഇരുന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി. ആരും തന്നെ എത്തിയിട്ടില്ല. പച്ചക്കറിക്കുള്ള ടെൻഡർ ഫയലിൽ തന്നെ ആദ്യം വലത് കൈ വെച്ചു. ചുവപ്പ് നാട അഴിച്ച് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും പേനയെടുത്ത് മേശവലിപ്പ് തുറന്ന് തേക്ക് തടിയിൽ നിർമ്മിച്ച റൈറ്റിംഗ് പാഡ് വയറിനോട് ചേർത്ത് വെച്ച് വെള്ള പേപ്പർ എടുത്ത് പണി ആരംഭിച്ചു. നല്ലൊരു പേപ്പർ എടുത്ത് നോട്ട് തയ്യാറാക്കാൻ തുടങ്ങി. എല്ലാവരുടെയും പേരുകൾ എഴുതി നിരക്കുകൾ കുറിച്ചു വെച്ച് ഒരു വിശദമായ ഷെഡ്യൂൾ തന്നെ ഒരുക്കി. ഇനിഷ്യൽ ഇട്ട് മേലാഫീസർക്ക് കണാരൻ ശിപായി വഴി സമർപ്പിച്ചു. കുറച്ചു സമയം പിന്നിട്ടു. ഫയൽ പഠിച്ച് കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്തയാൾക്ക് പച്ചക്കറി വിതരണം ചെയ്യാനുള്ള ഉത്തരവ് മേലാഫീസർ പച്ചമഷിക്ക് ഇട്ടു തന്നു. അദ്ദേഹത്തിന്റെ ഒപ്പിന്റെ കീഴെ ഒരു സീലും വെച്ച് ഫയൽ ദാ മടങ്ങി വന്നു. ഇനിയാണ് പണി. അത്ഭുതം എന്നേ പറയേണ്ടു. പച്ചക്കറിക്കുള്ള ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഉപ്പുതറ വാവയുടേതാണെന്ന് വേണം പറയാൻ. സർക്കാരിനും അതാണല്ലോ വേണ്ടത്. വിലക്കുറവ്. സാധനങ്ങളുടെ മേന്മ ഒരു പ്രശ്നമേ അല്ലല്ലോ. ദോഷം പറയരുതല്ലോ. ഞാൻ ഇടയ്ക്കിടെ പച്ചക്കറി വാങ്ങുന്നതും ഈ വാവയുടെ കടയിൽ നിന്നുമാണ്. ഞാനും വാവയും എന്തോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി ഇത്തവണയും ആശുപത്രി പച്ചക്കറി വിതരണ കോൺട്രാക്ട് വാവയ്ക്ക് തന്നെ തരപ്പെടുത്തി കൊടുത്തുവെന്നും മറ്റും കോൺട്രാക്ടർമാർ സംസാരിക്കുന്നത് എന്റെ ചെവിയിലും എത്തി. മാത്രമല്ല, ചില സായാഹ്ന വേളകളിൽ വാവയെയും എന്നെയും ഒരുമിച്ച് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ചില ബിരുദന്മാർ കണ്ടിരിക്കുന്നു അത്രേ. എടാപാടെ, വാസ്തവം എന്താണ്? എന്റെ മേലാഫീസർ തന്നെയല്ലേ ഏറ്റവും യോഗ്യമെന്ന് വിധിച്ച് വാവയുടെ ടെൻഡർ സ്വീകരിച്ചതും വിതരണത്തിന്റെ അവകാശം വാവയ്ക്ക് കൊടുത്തതും? ഉത്തരവാക്കി പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് വാവയ്ക്ക് അന്ന് തന്നെ കൊടുത്തുവിട്ടതും ഞാൻ തന്നെ. ഏറെ സഹായിച്ചത് ശിപായി കരുണാകരൻ. കടുപ്പത്തിൽ ഒരു ചായ കുടിച്ച് അന്ന് ഓഫീസിൽ നിന്ന് സ്ഥലം വിട്ടു. പിറ്റേന്ന് ഞാൻ പതിവിലും നേരത്തെ ഓഫീസിൽ കുറച്ച് പച്ചക്കറി കോൺട്രാക്ടർമാർ ആശുപത്രി വരാന്തയിൽ മുറുമുറുത്ത് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ചിലർ എന്നെ രൂക്ഷമായി നോക്കുന്നതും കണ്ടു. അതൊന്നും വകവയ്ക്കാതെ ഞാൻ എൻ്റെ ഇരിപ്പിടം ലക്ഷ്യമാക്കി വേഗം നടന്നു നീങ്ങി. തൊട്ടടുത്ത സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്ന അനിതയാണ് പറഞ്ഞത് എന്നെ തിരക്കി ആരോ വന്നിരുന്നെന്നും അവർ എന്തോ പരാതി തരാനാണ് വന്നതെന്നും. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മറ്റ് കോൺട്രാക്ടർമാർ വാക്കാൽ പരാതിയുമായി എന്റെ നേരെ വന്നു. ഞാൻ അവരെ കൈയോടെ തന്നെ മേലാഫീസറെ ഏൽപ്പിച്ചു. ഉത്തരവാദിത്വമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച എന്റെ നേരെ അമർഷം പൂണ്ട് അവർ എനിക്കെതിരായ ഒരു പരാതി എഴുതി എന്റെ മേലാഫീസർക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആഫീസറാകട്ടെ തന്റെ സ്ഥിരം ശൈലിയിൽ താനിപ്പോൾ തിരക്കിട്ട ജോലിയിലാണെന്നും എല്ലാം ഒന്ന് വിശദമായി അന്വേഷിച്ച് വിവരം ധരിപ്പിക്കാമെന്നും പറഞ്ഞതായി കരുണാകരൻ ശിവായിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. പരാതിക്കാർ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടു. കുറച്ച് നിമിഷങ്ങൾ ഞാൻ എൻ്റെ സീറ്റിൽ നിശബ്ദനായിരുന്നു. മറ്റു ഫയലുകളിൽ വ്യാപൃതനായി ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. വീണ്ടും ഞാൻ എഴുന്നേറ്റു.
ഒരു അസ്വസ്ഥത. വാതിൽക്കൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച വരാന്ത നിറയെ പേവാർഡിന് പണമടയ്ക്കാൻ വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ. കുറെ പേർ കാഷ്യറുടെ കൗണ്ടറിന് മുൻപിൽ ക്യൂ, മറ്റു ചിലർ ബെഞ്ചിൽ ഇരിക്കുന്നു. ക്യാൻറ്റീനിൽ ഒരു ചായക്ക് ഓർഡർ ചെയ്ത് ഞാൻ തിരിച്ച് സീറ്റിൽ വന്നിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനെ തപ്പിയാണ് ഞാൻ എഴുന്നേറ്റത്. സെക്യൂരിറ്റിയോട് ചോദിച്ചു അവർ തിരിച്ചുപോയി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്റെ മേശപ്പുറത്തെ ഇന്റർകോം ഇപ്പോൾ ശബ്ദിക്കുമെന്നും ആഫീസർ എന്നെ വിളിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. വിളിച്ചാൽ എല്ലാം ഒരു കെട്ടുകഥയാണെന്ന് എനിക്ക് പറയാം. സത്യത്തിൽ എനിക്ക് എന്റെ ആഫീസറെ വലിയ ബഹുമാനമാണ് കേട്ടോ. ചിലപ്പോൾ എന്റെ അച്ഛനേക്കാൾ ഏറെ. ഞാൻ എഴുതി തയ്യാറാക്കുന്ന നോട്ടുകളിലും ടെൻഡർ ടാബുലേഷൻ സ്റ്റേറ്റ്മെന്റുകളിലും ഒന്ന് ഓടിച്ചു നോക്കാൻ പോലും മെനക്കെടാതെ പെട്ടെന്ന് തന്നെ പച്ചമഷിക്ക് വലിയ ഒപ്പുകൾ ഇട്ട് തരുന്ന അദ്ദേഹത്തോട് ഞാൻ എങ്ങനെ കൃതജ്ഞനാകും? വിശ്വാസം അതല്ലേ എല്ലാം. പക്ഷേ എന്റെ ഓഫീസർ എന്നെ വിളിച്ചില്ല. ഉപ്പുതറ വാവയാണെങ്കിലോ ആശുപത്രി അടുക്കളയിലേക്കുള്ള പച്ചക്കറികൾ നിർവിഘ്നം വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനിടെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട ശേഷം കരുണാകരനുമായി ആശുപത്രി ക്യാൻറ്റീനിൽ നന്നായി കാപ്പ് കുടിച്ച് ഒരു ദിവസം മടങ്ങി വരുമ്പോൾ രാവിലെ തന്നെ ആ പരാതി കൊടുത്ത കോൺട്രാക്ടർമാർ ആശുപത്രി വരാന്തയും താണ്ടി എത്തി. ഞാൻ ചെറുതായി ഒന്ന് ഉയർത്തു വന്നത് ശരി, അവരുടെ തീഷ്ണ ദൃഷ്ടികൾ എന്നിൽ പതിയുന്നത് ഞാൻ കണ്ടു. ഷർട്ടിന്റെ കോളർ വലിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ സീറ്റിൽ അമർന്നിരുന്നു. അവരുടെ പരാതിയിന്മേൽ ഞാൻ ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുമെന്ന് അവർ വൃഥാ കരുതിയിരിക്കാം. ഏതായാലും ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ ഗൗരവപൂർവ്വം ഒന്നുകൂടി അമർന്നിരുന്നു. അവരുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവർ ആദ്യം അന്വേഷിച്ചത് എന്റെ സെക്ഷൻ ഹെഡിനെയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. ഭാഗ്യം, അതുപോലെ അദ്ദേഹം സീറ്റിൽ ഉണ്ടായിരുന്നില്ല. പച്ച നിറത്തിൽ വെൽവെറ്റ് മേശവിരിപ്പുള്ള അദ്ദേഹത്തിന്റെ മേശപ്പുറം ചുവപ്പ് നാടയിൽ ബന്ധിതമായ അനേകം ഫയലുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മേശപ്പുറത്തെ കുന്നുകൂടിയ ഫയൽ കൂമ്പാരങ്ങളും ആളില്ലാത്ത സീറ്റിനെ സദാ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനും തുറന്നു വെച്ച പേനയും ഒക്കെ കണ്ടപ്പോൾ സെക്ഷൻ ഹെഡ് ഉടനെ തിരിച്ചു വന്നേക്കുമെന്ന് പരാതിക്കാർക്ക് ഉറപ്പായെന്ന് തോന്നുന്നു. പാവം, അവർ 1 മണിവരെ സഹിഷ്ണുതയോടെ കാത്തുനിന്നു. പിന്നെ ഞങ്ങളുടെ ഉച്ചയൂണിന് ശേഷം 3 മണിവരെയും തിളയ്ക്കുന്ന വെയിലിൽ അവർ ക്രമേണ അക്ഷമരാകുന്നതും വിയർപ്പു തുള്ളികൾ ഒരുതരം ധിക്കാരത്തോടെ തുടച്ചു മാറ്റുന്നതും ഞാൻ കണ്ടു. ഒടുവിൽ എനിക്ക് അഭിമുഖമായിരുന്ന് ടൈപ്പ് ചെയ്യുന്ന പങ്കുചത്തോട് അവർ എന്തോ ചോദിച്ച് പിരിഞ്ഞു. എന്റെ സെക്ഷൻ ഹെഡ് പാവം, അദ്ദേഹം കളക്ടറേറ്റ് പടിക്കൽ ധർണയിൽ പങ്കെടുത്ത് ആവേശത്തോടെ തന്റെ കുറുകിയ കൈകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് തളർന്നിരിക്കുകയാവാം. കുറ്റം പറയരുതല്ലോ, ധാരാളം പ്രാരാബ്ധങ്ങളുള്ള ഒരു സംഘടനാ പ്രവർത്തനാണ് അദ്ദേഹം. വീട്ടുകാര്യങ്ങളേറെ നടത്താനുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ അതുകൊണ്ട് സ്വന്തം പ്രാരാബ്ധം അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല. സമയത്തിന് ശമ്പളം കിട്ടണ്ടേ? DA കുടിശ്ശിക താമസമില്ലാതെ നേടിയെടുക്കണ്ടേ? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അറിയാമോ? ഇങ്ങനെയൊക്കെയാണ് കൂടെ സെക്ഷൻ ഹെഡ് ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാറ്. ഇങ്ങനെ പറഞ്ഞ് കൂടെ ഞങ്ങളെ പൊതുപ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഒന്നും ഞങ്ങളുടെ മേലാഫീസറെ ഞങ്ങൾ ധരിപ്പിക്കാറേയില്ല. സെക്ഷൻ ഹെഡിനെ കാണാനെത്തിയ കോൺട്രാക്ടർമാരെ കണ്ട് എനിക്ക് പരിഹാസമാണ് തോന്നിയതെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഈ ചിരി എന്റെ അഹങ്കാരത്തിൻ്റെതാണ്. എനിക്കറിയാം എന്റെ സെക്ഷൻ ഹെഡിന് എനിക്കെതിരെ ഒരിക്കലും ഒരു അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യാൻ സാധ്യമല്ല തന്നെ. എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ, ആഫീസ്, പിന്നിട്ട 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ പരാതിക്കാരെ കാണുന്നത്. അവർ ഭരണപക്ഷ രാഷ്ട്രീയ പിന്തുണ ഉള്ളവരായിരുന്നുവെന്ന് സിപായി കരുണാകരനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. കോൺട്രാക്ടർമാർ 10:30 മണിയോടെ തലേദിവസം ഓഫീസിൽ ആ സമയം വരെ ആരും തന്നെ ഹാജരായിരുന്നില്ല എന്നതാണ് അവരെ സംബന്ധിച്ച് പുതിയതെന്ന് പറയുന്ന പരാതി. എനിക്കെതിരെ നിലനിൽക്കുന്ന പരാതിയെ പറ്റി അന്വേഷിക്കാൻ കൂടെയായിരുന്നു അവരുടെ വരവ്.
ഏറെ ദിവസങ്ങൾ പിന്നിട്ടു. എന്റെ ഔദ്യോഗിക കാര്യങ്ങൾ ഈ വിധം സുഗമമായി നടന്നുകൊണ്ടിരിക്കവെയാണ് ഒരു ദിനം മേലാഫീസർ എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. സിഗരറ്റ് കുറ്റി ഷൂസിനടിയിലേക്ക് ഞെരുക്കി കെടുത്തിക്കൊണ്ട് ഞാൻ നടന്നു. ശീതോഷ്ണം ക്രമീകരിച്ചിരിക്കുന്ന വലിയ മുറിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ കാതുകളിലൂടെ അഭിമുഖീകരിച്ചു. മിസ്റ്റർ CK, ഇരിക്കണം. അദ്ദേഹം തുടർന്നു. നിങ്ങളെപ്പറ്റി ചില കോൺട്രാക്ടർമാർ ഒരു പരാതി ഗവൺമെന്റിൽ കൊടുത്തത് എന്റെ റിമാർക്സിനായി നമ്മുടെ മേലാഫീസിൽ നിന്നും വ്യക്തിപരമായി എനിക്ക് ഇന്ന് തപാലിൽ കിട്ടി. നിങ്ങൾ പച്ചക്കറി കോൺട്രാക്ടർ ശ്രീ വാവയുടെ കയ്യിൽ നിന്നും 2500 രൂപ വാങ്ങിയെന്നും മറ്റുള്ളവരുടെ ടെൻഡർ നിരക്ക് കോൺട്രാക്ടർ വാവയ്ക്ക് ടെൻഡർ സമർപ്പിക്കേണ്ട തീയതിയുടെ തലേദിവസം തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തുവെന്നും ഒക്കെയാണ് നിങ്ങൾക്കെതിരെയുള്ള അവരുടെ പരാതി. പെട്ടെന്ന് എന്റെ മനസ്സ് കലുഷിതമായി. എങ്കിലും ഞാൻ നിയന്ത്രണം പാലിച്ചു. അദ്ദേഹം കറക്കി വിട്ട മേശവിരിക്ക് മേൽ ഇരിക്കുന്ന സ്ഫടികം പോലത്തെ പേപ്പർ വെയിറ്റിലേക്ക് ഞാൻ ഒന്ന് നോക്കി. ഓഫീസറുടെ പിന്നിലത്തെ ചുവരിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് ചേർന്ന് തൂക്കിയിട്ടിരിക്കുന്ന ഘടികാരം 3 മണിയായി എന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. വീണ്ടും പരാതിയിലേക്ക് കണ്ണോടിച്ച് അദ്ദേഹം തുടർന്നു. നിങ്ങളെക്കുറിച്ച് ഒരു ആരോപണം കൂടിയുണ്ട് CK. ആശുപത്രി അടുക്കളയിലെ രജിസ്റ്ററിൽ നിങ്ങൾ തിരിമറി നടത്തി തെറ്റായ കണക്കുകൾ കാണിച്ച് ആഹാര വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടത്തി. പോഷകാഹാരം സെക്ഷൻ ഹെഡിന്റെ വീട്ടിലേക്കും എത്തിക്കാൻ നിങ്ങൾ ഉത്സാഹിച്ചു. അദ്ദേഹം നീട്ടിത്തന്ന പരാതി കടലാസ് കയ്യിലെടുത്ത് കണ്ണോടിച്ച് ഞാൻ ഇങ്ങനെ ഉരിയാടി. സർ, അവർ എല്ലാവരും രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ളവരാണ്. ഇതെല്ലാം ബേസ്ലെസ് അലിഗേഷൻസ്. എന്നെ കരുതിക്കുട്ടി. സർ, പിടയ്ക്കാതിരിക്കും മിസ്റ്റർ. ചേടാ, ഇതെന്ത് വെള്ളരിക്ക പട്ടണം? എന്റെ ഭാഷണത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് ഓഫീസർ പറഞ്ഞു. ഈ പരാതിയുടെ പകർപ്പും എന്റെ കമന്റ്സും ഒക്കെയായി ഞാൻ ഡയറക്ടർക്ക് അയക്കുകയാണ്. വിഷമിക്കേണ്ട കേട്ടോ. അദ്ദേഹം എന്റെ ഉറ്റ ചങ്ങാതിയാണ്. എന്റെ വിശ്വസനായ നിങ്ങൾക്ക് വേണ്ടി സഹായകരമായ ഒരു നിലപാട് അദ്ദേഹം കൈക്കൊള്ളുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. മേശപ്പുറത്തിരിക്കുന്ന കടുംപച്ച ഡിജിറ്റൽ ഫോണിന്റെ റിസീവർ കയ്യിലെടുത്ത് അദ്ദേഹം മൊഴിഞ്ഞു. CK, ഞാനൊന്ന് ബന്ധപ്പെടട്ടെ. നിങ്ങളൊട്ടും വിഷമിക്കേണ്ട, ശാന്തനായി കുറിച്ചോളൂ. എന്റെ മേലാഫീസർ പിന്നീട് പരാതിക്കാരെ തന്റെ ക്യാബിനിൽ വിളിപ്പിച്ച് എന്തോ സംസാരിച്ചിരുന്നു. സ്വസ്ഥാനത്ത് ഇരിപ്പിടത്തിൽ ചാഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കുവാനായി ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. പുതുതായി കിട്ടിയ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പതിവായി വായിക്കാറുള്ള നോവലിന്റെ തുടർച്ചയിലേക്ക് ഞാൻ സാവകാശം കടന്നു. ഒരു ഫയൽ മടക്കി വെച്ച് മറ്റൊരു സിഗരറ്റിന് തീ കൊളുത്തുമ്പോൾ വരാന്തയിലൂടെ അയഞ്ഞയഞ്ഞ് നീങ്ങുന്ന ഒരു പറ്റം കാലുകൾ ഞാൻ കണ്ടു. അവർ തിരിച്ചു പോവുകയായിരുന്നു. എന്റെ പരാതിക്കാർ. ഞാൻ ആലോചിച്ചു, ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. ചില മനുഷ്യരും വെറുതെ വന്ന് നോവിച്ച് കടന്നുപോകും. മനസ്സിൽ നിന്നും ഒരു മുന്നറിയിപ്പ് ഓഫീസർക്കും കൂട്ടുകാർക്കും. എന്റെ ഓഫീസർ എന്റെ കൂടെയിലെ നിമിഷങ്ങൾക്കുള്ളിൽ ഇന്റർകോം ശബ്ദിച്ചു. റിസീവർ കയ്യിലെടുത്തു. ഞാൻ സംസാരിച്ചു. സർ, ഓഫീസറുടെ ശബ്ദം. മിസ്റ്റർ CK, ആ കോൺട്രാക്ടർമാരുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും താങ്കൾ ഒരു തരത്തിലും കുറ്റക്കാരനല്ലെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് ശക്തമായ ഒരു കത്ത് സർക്കാരിലേക്ക് രജിസ്റ്റർ തപാലിൽ വിട്ടിട്ടുണ്ട് എന്ന് രാവിലെ ഫോണിലൂടെ ഡയറക്ടർ എന്നെ അറിയിച്ചു. പിന്നെ നമ്മുടെ പരാതിക്കാർ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണ്ടത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുമുണ്ട്. ഞാൻ ഡയറക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഒന്നുകൂടി കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പിന്നീട് ഞെളിഞ്ഞിരുന്നു. മേച്ചക്കരിയിലായി വെച്ചിരുന്ന എന്റെ സിഗരറ്റ് പുകഞ്ഞു തീരാറായിരുന്നു. അതിന്റെ അവസാനത്തെ പുക ഞാൻ ആത്മാവിലേക്ക് ആവാഹിച്ചു. കൈ പൊള്ളുമെന്നായപ്പോൾ ഞാനത് കാൽക്കീഴിലിട്ട് ഞെരിച്ചു. അപ്പോൾ എന്നിൽ നിന്നും ഡയറക്ടർ മിസ്റ്റർ CK വിളിച്ചോതി. ഓ, ഇനി വരാനുള്ളത് കുറെ കണക്കപ്പിള്ളമാരാണല്ലോ, ആഡിറ്റ് സാറന്മാർ.
അവർക്ക് അവർക്ക് കുപ്പിയിലെ വാറ്റുജലം മതി. അവർക്ക് കുപ്പിയിലെ വാറ്റുജലം മതി. കുഞ്ഞിഞ്ഞി മാഷയുടെ ഒരു കവിത കൂടെ ഇതിനോടൊപ്പം വാൽകഷ്ണമായി പറയുകയാണ്. കോഴ സത്യം സത്യമായിട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു, കോഴ വാങ്ങലില്ലാതാകണമെങ്കിൽ കോഴ കൊടുക്കലില്ലാതാകണം. സത്യം സത്യമായിട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു, കോഴ വാങ്ങലില്ലാതാകണമെങ്കിൽ കോഴ കൊടുക്കലില്ലാതാകണം. കോഴ കൊടുക്കലില്ലാതാകണമെങ്കിൽ കാശില്ലാതാകണം. പോരാ, കാശില്ലാതാകണമെങ്കിൽ കീശയില്ലാതാകണം. കീശയില്ലാതാകണമെങ്കിൽ ആശയില്ലാതാകണം. കീശയില്ലാതാകണമെങ്കിൽ ആശയില്ലാതാകണം. ആശയില്ലാതാവാൻ എന്തു വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. ആശയില്ലാതാവാൻ എന്തു വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. ഈ അജ്ഞാനമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ യേശുവാകാഞ്ഞത്. ഈ അജ്ഞാനമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ യേശുവാകാഞ്ഞത്, കുരിശാകാഞ്ഞത്, വെറും അശു പോലുമാകാഞ്ഞത്, അതിൽ പാതി വെറും സു ആയത്. അവസാനിക്കുന്നു. താങ്ക് യു സാർ. വളരെ വളരെ മനോഹരം. ഈ കാലത്തെ അതിന്റെ തുടക്കവും ഒടുക്കവും വളരെ വളരെ മനോഹരമായി ഒത്തിരി ചിന്തിക്കാൻ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അത് രൂപീകരിക്കപ്പെടുന്നത്, അല്ലെ, എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, അതിനെ സമൃദ്ധമായി എങ്ങനെ നേരിടാം, നമ്മുടെ മുകളിലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ യഥാർത്ഥത്തിലുള്ള പങ്ക് എന്താണ്, വളരെ വളരെ മനോഹരമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീകുമാരി മാം പറഞ്ഞോളൂ. അയ്യോ, ഒരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് തോന്നിയത്. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ഇപ്പോ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യത്തെ വളരെ തന്മയത്തോടുകൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉപ്പുതിറ, വാവ, പച്ചക്കറി കൊണ്ടുവരുന്നത് എല്ലാം നല്ല രസകരമായിരുന്നു. അവതരണവും നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം സത്യസന്ധമായ അവതരണം. അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഓഫീസർ എല്ലാം നല്ലതായി അവതരിപ്പിച്ചു. പിന്നെ വാവയുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ച് 2500 രൂപ എന്നുള്ള കംപ്ലൈന്റ്. ഒടുവിൽ ഒന്നുമില്ലാതെ അങ്ങ് വെറുതെ വിടുകയാണ്. എല്ലാം ചെയ്തെങ്കിലും അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഓഫീസറുടെ ഒരു കത്ത്, നീട്ടിത്തന്ന കടലാസ് പിന്നെ ഡയറക്ടർക്ക് കൈമാറിയെങ്കിലും അവിടെയും കുറ്റക്കാരനല്ല എന്ന് തെളിവ് സഹിതം സമർത്ഥിക്കുന്നു. പിന്നെ അവസാനം കുഞ്ഞുണ്ണി മാഷിന്റെ കവിത, അത് നല്ല രസമുണ്ട്. അത് എനിക്ക് എഴുതിയെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സ്പീഡ് കൂടുതലായതുകൊണ്ട് എഴുതാൻ പറ്റി. അങ്ങനെ നല്ല രസകരമായ ഒരു കഥ. സമയം പോയത് അറിഞ്ഞില്ല. താങ്ക് യു. സാറ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്നും ഇതിന്റെ അകത്ത് വന്നിട്ടില്ല എന്ന് വേണം ചിന്തിക്കാൻ. നല്ല കഥയായിരുന്നു, നല്ല രസം, കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. മോഹൻദാസ് സാർ പറയൂ. സാറേ, നമ്മൾ പറഞ്ഞ പോലെ 37 കൊല്ലത്തെ ബാങ്ക് സർവീസ് ആണ്. അപ്പം ആ സർവീസിൻ്റെ ഉള്ള അനുഭവം വെച്ചാല് നമ്മുടെ കൈ ശുദ്ധമായിരുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്നവർക്കോ നമ്മുടെ മുമ്പിൽ വരുന്ന ഫയലിലേക്ക് സത്യസന്ധമായിട്ടുള്ള രീതിക്കാണ് അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ നമ്മൾ നല്ല ഒരു അപവാദം ഇതാക്കിയാലും പിന്നെ അത് എന്താ പറഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം. ഞാൻ ബംഗളൂരു ബ്രാഞ്ചിലാണ് മാനേജറായിട്ട് 2008 പോകുന്നത്. അതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സഹാക്കളുടെ ഒരു കോട്ടയാണ്. ബന്ധുത്തരം മറ്റേ അവിടെ NSS കോളേജൊക്കെ ഉണ്ട്, സ്കൂളുണ്ട്, അതിൻ്റെ അടുത്താണ് ബ്രാഞ്ച്. അവിടെ മൊത്തം പഞ്ചായത്ത് എല്ലാം ഇടതുവശത്തിൻ്റെയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങൾക്കും വന്ന് എന്നോട് സമ്മർദ്ദം ചെയ്തത്. ഒന്ന്, ആദ്യം പത്രം, ഈ പത്രം തന്നെ മേടിക്കണം, വരുത്തണം. നേരത്തെ ഞാൻ വരുന്ന മുമ്പ് വേറെ പത്രമുണ്ട്, എനിക്ക് പുതുതായിട്ടൊരു പത്രം ഇവിടെ വാങ്ങിക്കാനുള്ള അധികാരമില്ല. അതോടൊപ്പം ഇന്നൊരു പത്രം മാറ്റി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പത്രക്കാരും വരും. അതുകൊണ്ട് ഇവിടെ ഉള്ളത് ആ രീതിക്ക് തുടങ്ങില്ല. ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ടെങ്കിൽ കൊണ്ടിട്ട് അയക്കുന്നില്ല. അവിടെ തന്നെ ഒരു സഹാവുണ്ട്, അദ്ദേഹം അതിൽ പത്രത്തിൻ്റെ ഉണ്ടെങ്കിൽ അദ്ദേഹം വിട്ടാൽ ഇല്ലേ, ഞാൻ മാർക്കില്ല. അത് കഴിഞ്ഞിട്ട് അവരന്നിട്ട് ഈ ജനപ്രിയ അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ഉള്ള ഒരു 13-14 വാർഡുകളുണ്ട്. ഇതെല്ലാം കൂടി ആപ്ലിക്കേഷൻ കെട്ടി കൊണ്ടുവന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ കൊടുക്കണം, സ്റ്റാഡ് കൊടുക്കാനുള്ളതാണ്.
ഞാൻ പറഞ്ഞു ഇത്രയും ഒന്നിച്ച് കൊണ്ടുവന്നാൽ അതിന് സ്റ്റാഫ് ഇടും. നിങ്ങൾ കാര്യം ചെയ്യും, ഏത് വാർഡിന്റെ ആണോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അതിനാദ്യം കൊണ്ടുവരും. അതിന്റെ ഒരു പ്രയാസം വരും. അതിന്റെ CDS-നോട് വരാൻ പറയും, അവർ തരം തിരിച്ച് തരട്ടെ, ഇന്ന ആൾക്കാരുടെ ഓപ്പൺ ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് സാലറി കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെയും കൂടി സഹായം വേണം. പിന്നെ അതിലേക്ക് ഓപ്പണിംഗ് ഫാമിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ആ രീതിക്ക് അവർ തിരിച്ച് തന്നു കഴിഞ്ഞാൽ അവരും കൂടി സഹായിക്കണമെങ്കിൽ ചെയ്തു കൊടുക്കും. അന്ന് പോയി തീർന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ധർണയ്ക്ക് വന്നതായിരുന്നു. ഒരു ദിവസം രാവിലെ, അന്ന് ഞാൻ ലീവായിരുന്നു, അന്ന് ധർണ നടത്താതെ പോയി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് അവർ വരാൻ പറഞ്ഞത്. അവർ എല്ലാവരും കൂടി വന്ന എന്റെ ക്യാബിനിൽ സംസാരിച്ച് നിങ്ങൾ എന്നെ തീരുമാനം പറയാൻ പറഞ്ഞു. ഇങ്ങനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരിക്കൽ അത് പഞ്ചായത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ അവിടുത്തെ ഒരു ഫോൺ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം അവിടെ ഫോൺ അവർ കട്ട് ചെയ്തില്ല, പക്ഷെ എനിക്ക് കേൾക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് അവിടുത്തെ ഇപ്പോഴത്തെ അതിനുശേഷം MLA ആണ് പറയുന്നത്, അവിടുത്തെ മാനേജറിനെ അടി കൊടുത്താലും അങ്ങയുടെ ഇതിൽ നിന്ന് മാറത്തില്ല, ആ ഒരു രീതിയിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നല്ല, വിദ്യാഭ്യാസ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ വാർഡ് അല്ലാത്തുള്ളതിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ആ ആപ്ലിക്കൻ താമസിക്കുന്ന വേറെ ബാങ്ക് ഉണ്ട്, ആ ബാങ്കിൽ കൊടുക്കാൻ അവർ പറയത്തുമില്ല. അതായത് നമ്മൾ പറയും നമ്മുടെ ഒരു സ്റ്റേണായിട്ട് നമ്മുടെ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അന്നേരം ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവായിരിക്കും, എന്നാലും അത് നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. സാറി പറഞ്ഞതുപോലെ ഇദ്ദേഹം ഈ വന്ന കൊട്ടേഷൻസ് എല്ലാം എന്താ പറയുക, സീൽ ചെയ്ത കൊട്ടേഷൻസ് അതേപടി കൊണ്ടുവന്ന് ആ മേലുദ്യോഗസ്ഥ മുമ്പിൽ വെച്ചാണ് അത് സീൽ ചെയ്ത് മുഴുവൻ പൊട്ടിക്കുന്നത്, അത് തിട്ടപ്പെടുത്തുന്നത്. അത് അന്നേരം തന്നെ ഒരു എന്താ പറയുക താമസം ഇല്ലാതെ തന്നെയാണ് അത് നോട്ട് തയ്യാറാക്കി അപ്പടി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത് നോക്കിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമുണ്ട്, കാരണം ഇദ്ദേഹം ആ രീതിക്കുള്ള ആളാണെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അത് അപ്പോഴും തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. സാറിന്റെ വാക്കുകളൊക്കെ വളരെ ഇതാണ്, കാരണം പ്രാക്ടിക്കലായിട്ടുള്ള ഇതാണ്. അതിന്റെ എന്താ പറയുക ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന ആൾക്കാർ വന്നിട്ട് മുറിവുറുക്കുന്നത്, ആരോപണം ഉണ്ടാക്കുന്നത്, ഇല്ലാത്ത കംപ്ലൈന്റ് കൊടുക്കുന്നത്, ഇതെല്ലാം. പക്ഷെ നമ്മുടെ ഒരു വ്യവസ്ഥയ്ക്ക് എന്ന് പറയാൻ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ ആണ് എടുക്കേണ്ടത്. അത് പുള്ളി ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാൻ നല്ലതോ ഉണ്ടെന്നുള്ള അത് വളരെ നർമ്മമായിട്ടും കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതില് ദൈനംദിന കാര്യം നടക്കുന്നതില്ല പറയുന്നത്. അതേസമയത്ത് ഈ പറഞ്ഞ ആഡിറ്റ് വരുന്നവർക്കും വേണ്ടത് വെറുതെ ആഡിറ്റ് കണക്ക് മാത്രം പോരാ, കൃത്യമായിട്ടുള്ള കണക്ക് പോരെ. ഈ പറഞ്ഞ പോലെ വാറ്റ് കുപ്പിയിലെ വെള്ളമാണ് അവർക്ക് വേണ്ടത്. അപ്പം ഉദ്യോഗസ്ഥരിലും ആ രീതിക്കുള്ളവരുണ്ട്. ഈ പറഞ്ഞ പോലെ ആഡിറ്റ് ഇട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ആ വേറെ ആംഗിളാണ് നോക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും ചെയ്യുന്നില്ല, ഇവർക്ക് എന്തൊക്കെ കിട്ടിക്കാണെന്നുള്ള രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുവപ്പ് നാട ഇങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിൽ തന്നെ നല്ലൊരു ഭാഗവും സത്യസന്ധമായിട്ടുള്ള ആൾക്കാരും കുറെ പേരുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആള് തന്നെ സെക്രട്ടറി ഈ പറഞ്ഞാലേ സമരത്തിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ധർണയ്ക്ക് പോകുന്നുണ്ട്, അതൊന്നും മേൽത്തട്ടിൽ പോകുന്നില്ല. കാരണം അതും ഒരു കൂട്ടായ്മയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഓഫീസ് അന്തരീക്ഷം ഉണ്ടെങ്കിൽ പോലും കുറേ കാര്യങ്ങൾക്ക് സേവനങ്ങൾ സന്മാനത്തോടു കൂടി തന്നെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞാൽ വലിയ വലിയ ഹോസ്പിറ്റലിലും അതിൻ്റെ കൂടെയുള്ളതൊക്കെ അവിടെയൊക്കെ എന്താ പറഞ്ഞാൽ രോഗികളും അല്ലാതെ കൂട്ടിരിപ്പുകാരും അല്ലെങ്കിൽ സേവന വ്യവസ്ഥയിൽ കൂടിയാണ് പോകേണ്ടതെങ്കിൽ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഈ പലതും സംഭവിച്ചു പോകുന്നത്. വളരെ നന്നായിട്ട് സാർ അത് ലക്ഷ്മി സാർ ഇതാക്കിയിട്ടുണ്ട്. അവസാനം അതിൻ്റെ ഒരു പിൻകുറിപ്പായിട്ട് കോഴ വാങ്ങുന്നതെന്ന് ഇല്ലാതാക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് കുഞ്ഞിയുടെ കവിത കൂടി നിന്നിട്ട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യൻ മാറിയാൽ മാത്രമേ ആ വ്യവസ്ഥയും മാറത്തുള്ളൂ. വളരെ സന്തോഷം സാറേ, കാരണം വളരെ നർമ്മമായിട്ട് യാഥാർത്ഥ്യത്തിൽ കൂടിയുള്ള ചെറിയ കഥ, അഴിമതിയും അവസാനം കോഴയും രണ്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷമാണ്. ലക്ഷ്മണൻ സാർ ഗംഭീരം, നല്ല അവതരണ ശൈലിയുണ്ട്, അതാണ് രസം. നല്ല ഒരേ ഒഴുക്കിൽ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പക്ഷേ ഈ വാവേൻ്റെ അടുത്ത് കാശ് വാങ്ങുന്നതും സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഞങ്ങളും കണ്ടു കേട്ടോ. അത് സത്യം തന്നെ, അത് സത്യം തന്നെയാണ്. കുത്തിക്കടുത്തുന്നതൊക്കെ ഞങ്ങൾ കണ്ടു അല്ലേ, ഞങ്ങൾ ഞാനെന്ന് പറയില്ലേ നാരായണെന്ന് പറഞ്ഞിരുന്നില്ലേ. പക്ഷെ ഒന്നുണ്ട്, ആഫീസർ കൂടെ ഉള്ളതിന്റെ ധൈര്യത്തില് പിന്നെ കൊല്ലങ്ങളായിട്ട് ഇദ്ദേഹം മറ്റേ വാവേന്റെ അടുത്ത് നിന്നാണ് ഈ പച്ചക്കറി വാങ്ങുന്നത്. അതിന് കാശ് കൊടുക്കാറില്ല ഇത്രയും കാലമായിട്ട്. ഇപ്പോൾ അതിൻ്റെ തോന്നുന്നു അവസ്ഥ. എന്തായാലും സാർ ഗംഭീരം, നല്ല എന്താ പറയേണ്ടത്, അവതരണ മികവ് നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു രംഗങ്ങൾ ഇങ്ങനെ കാണുകയല്ലേ, സാർ ഈ എഴുതിയിട്ട് പോകുന്നതും വരുന്നതും മറ്റേ എന്താ ആഫീസറെ കാണുന്നതും രസകരമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചത്. അത് പറഞ്ഞ പോലെ ഉറച്ച മനസ്സോടുകൂടി നമ്മൾ സത്യമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു തലയെടുപ്പ് എന്താ പറയുക, തലയെടുപ്പോടുകൂടി നിൽക്കാനും ഒരുത്തരെയും ഭയപ്പെടുകയും വേണ്ടല്ലോ. ആ ഒരു ശൈലിയിൽ തന്നെ സാർ അത് ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചത്.
രസകരമായിരുന്നു. താങ്ക് യു. വീണ്ടും വരിക. അത് സ്വന്തം കഥയാണല്ലോ, അനുഭവമാണ്. അതെ അതെ. നന്നായി പകർത്തി. പിന്നെ ആ റൂമിന്റെ അന്തരീക്ഷമൊക്കെ പറയുന്നുണ്ടല്ലേ, ആ ക്ലോക്ക് 3 മണിയായി തന്നെ ഓർപ്പിക്കുന്നു. പിന്നെ അങ്ങനെ ഓരോന്ന് രസകരമായിരുന്നു. നല്ല ഒരു എഫക്റ്റോട് കൂടി സാർ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സാർ, ലക്ഷ്മൺ സാറേ, ഓ, ഒത്തിരി നന്ദിയുണ്ട്. റിട്ടയർമെന്റിന് ശേഷം 13 വർഷമായപ്പോ വീണ്ടും ഓഫീസിലേക്ക് ഒന്ന് കയറിപ്പോയി. സാറിന്റെ കൂടെ ഞാൻ എൻ്റെ ഓഫീസിലേക്കാണ് കയറിയത്. സത്യത്തില് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം സാറ് എനിക്ക് വേണ്ടി പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കഥാംശം എന്നതിനേക്കാൾ ഏറെ അതിനകത്തൊരു ആത്മാംശമുണ്ട്. സ്വന്തം ആത്മാവിൽ തങ്ങി നിൽക്കുന്ന ഒരു വികാരം നമ്മളിലേക്ക് പങ്കുവെക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. എനിക്ക് എൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കനാൽ മെയിൻ്റനൻസിന്റെ ഓഫീസാണ് ഞങ്ങളുടെ, മലമ്പുഴ ഡാമും. റിട്ടയർ ചെയ്തിട്ട് 10-13 വർഷം ആയതുകൊണ്ട് പറയാം, പ്രയാസമൊന്നുമില്ല. എന്നെ ശിക്ഷിച്ച ഓഫീസർ ഈ ലോകത്ത് നിന്ന് തന്നെ പിരിഞ്ഞുപോയി. പക്ഷെ എനിക്കറിയില്ല, ലോബികളുടെ സമ്മർദ്ദത്തിൽ ആ മനുഷ്യൻ എന്നെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഒരു നല്ല തേക്കൻ തടി, ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്കൻ തടി ആയതുകൊണ്ട് മുറിച്ചു എന്ന റിപ്പോർട്ട് താഴ്ത്തലങ്ങളിൽ നിന്ന് കിട്ടുകയും അത് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് ഷോർട്ട് നോട്ട്സ് എഴുതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിക്കുക, ആ വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. ഇത് പലർക്കും പങ്ക് കിട്ടേണ്ടതാണ്. ഈ ഒരു കീടം ഇതിനകത്ത് നിന്ന് അതിനകത്തൊരു നോട്ട് എഴുതി വെച്ചില്ലേ, ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നേരെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കാണ് പോയത്. അദ്ദേഹം എനിക്കൊരു ചെറിയ ശിക്ഷ തന്നു. ഒരു 32 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഓഫീസിൽ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി താൻ ജോലി ചെയ്താൽ മതി, എനിക്ക് ആ സീറ്റിലേക്ക് ആള് വന്നു. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ അനുഭവങ്ങൾ കൊച്ചു കഥകളായി പുറത്തു വരുമ്പോൾ അത് കേൾവിക്കാരന്റെ ഉള്ളിലേക്കും കയറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഞാൻ അതിൽ ഒട്ടും വിഷമിച്ചില്ല. എൻ്റെ ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്ത എൻ്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ വീട്ടിൽ നേരെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, സാറിന് എന്നെ തൂക്കുമരത്തിലേക്ക് അയക്കാനൊന്നും കഴിഞ്ഞില്ല, ഞാനൊരു സത്യം നോട്ടിൽ എഴുതി, ഒരു പക്ഷെ സാറിന് കിട്ടേണ്ട പങ്ക് ഞാൻ നശിപ്പിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവാം, സാരമില്ല. അതിന്റെ ബാക്കി പത്രമുണ്ട്. ഒരൊറ്റ മാസം കഴിഞ്ഞപ്പോ ഞാനൊരു രാഷ്ട്രീയ മെമ്പർഷിപ്പ് എടുത്തു. അവരുടെ രാഷ്ട്രീയ ആ മെമ്പർഷിപ്പ്, ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ മെമ്പർഷിപ്പ് എടുത്ത് അതേ കസേരയിൽ തിരിച്ചു വന്നപ്പോ എന്റെ ശത്രുക്കളൊക്കെ എന്റെ സുഹൃത്തുക്കളായി. സാറിന് എന്തായാലും അങ്ങനെ ഒരു ദുരനുഭവം ഒന്നും ഉണ്ടായില്ല. വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പുറകോട്ട് 13 വർഷം പുറകോട്ട് ഞാൻ പോയി. സാറിന്റെ ആഖ്യാന രീതി രസകരമായിരുന്നു. ആദ്യം ഒരല്പം പതുക്കെ പച്ചവിറക് തീ പിടിക്കാൻ ഒരല്പം സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ തീ പിടിച്ചു കഴിഞ്ഞപ്പം അതിന്റെ ഉന്നതിയിലേക്ക് കയറി. അതിന്റെ പര്യവസാനമായിട്ട് കുഞ്ഞിന് തോണ്ടി തന്നപ്പോ നാവിനൊരു പ്രത്യേക രുചി കിട്ടി. ഓക്കെ സർ, സന്തോഷം, ഒത്തിരി സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള അനുഭവങ്ങളായിട്ട് വരിക സാർ. സാർ പറയൂ. ലക്ഷ്മൺ സാറിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും. അങ്ങൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് സാബു സാർ ഇതിൻ്റെ ഇടയിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ നടക്കുന്നതെന്ന് പൊതുവെ ആളുകൾ ആക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ സാറിന് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളെ ഒരു കലയുടെ സാഹിത്യത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ വിമർശനാത്മകമായി രചിച്ചതാണിത്. ആ അർത്ഥത്തിലുള്ള സന്തോഷം അങ്ങേക്കൊണ്ട് ഈ
ആളുകൾ ഇത് വിലയിരുത്തുന്നതും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ സംഗതി പുറത്തേക്ക് വിട്ടപ്പോൾ, അതായത് ഒരു അമ്മ ഒരു ശിശുവിന് ജന്മം കൊടുക്കുമ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള വലിയൊരു സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്നു. വീണ്ടും ഭാവങ്ങൾ. ഇപ്പൊ ഈ ആഗസ്റ്റ് 15 വരാൻ ഇനി 2 നാളേ ഉള്ളൂ. ആ സമയത്തും മറ്റുമൊക്കെ നമ്മള് വിശിഷ്ട സേവാ മെഡലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ നല്ല സേവനം ചെയ്തവരാണ് സർക്കാർ മേഖലയിൽ എന്ന് ഒരുപക്ഷെ നമ്മള് വിശ്വസിക്കുന്നു. ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ അല്ല എന്ന് പിന്നീട് പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിശിഷ്ട സേവനത്തിന്റെ അവാർഡൊക്കെ വാങ്ങിച്ച പലരും അഴിമതിക്കാരായിരുന്നു എന്നും അങ്ങനെയൊക്കെ പിന്നീടും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ കൂട്ടുകാരുൾപ്പെടെ ഉള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് തന്നെ ഒരു സർക്കാർ ഓഫീസിൽ അത്ര മാന്യനായിട്ട് നീതിപൂർവം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. വലിയ വലിയ സംഘർഷവും സങ്കീർണതകളും ഒക്കെ അതിനകത്തുണ്ട് എന്നാണ് എനിക്കൊരു തോന്നുന്നു. ഓക്കെ. സാറേ സോറി. പിന്നെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വിഷമം പിടിച്ച ഒരു സംഗതിയാണ്. ഞാനൊരു സർക്കാർ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര നിശ്ചയം പോരാ. ഏതായാലും ആളുകളുടെ ഇടയിൽ വലിയ വിമർശനമുണ്ട്. പ്രത്യേകിച്ച് ഈ മലയാള മനോരമയുടെ ചാനലില് മറിമായം എന്ന് പറയുന്ന ഒരു മഴവിൽ മനോരമയില് മറിമായം എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്. നിങ്ങളും പലരെ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനത്തെ വിമർശനാത്മകമായി നന്നായി നല്ല രസകരമായി അവതരിപ്പിക്കുന്ന ഒരു സീരിയലാണ്. എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സാറിൻ്റെ ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വായിച്ചു. ഏതായാലും അതൊക്കെ സമൂഹ മധ്യത്തില് വലിയ സ്വാധീനം ചെലുത്താൻ ഉപകാരപ്പെടും. പക്ഷെ എന്നിട്ടും ഈ വിഷമം മാറുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതിൻ്റെ അകത്ത് സാറ് ഇവിടെ ഉലകന്നാൻ സാറും ഒക്കെ സൂചിപ്പിച്ചതിന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലെ രാഷ്ട്രീയത്തിന്റെ നീരാളിപ്പിടുത്തം ഇതിന് ഒരു വലിയ പ്രശ്നമാണ്. സാറിന്റെ കഥയിലേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ച കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ നിന്ന് ഇതിനെ വിശദീകരിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ, ആശയാണ് എല്ലാത്തിൻ്റെയും കാരണം, ആശയം എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാൻ നിർവാഹമില്ല, പുള്ളി അശക്തനാണ് എന്ന് പറയുന്നു. ഞാൻ യേശു അല്ലാത്തത് കൊണ്ട് എനിക്ക് കുരിശിൽ കയറേണ്ടിയും വന്നിട്ടില്ല, അല്ലെങ്കിൽ വരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള അതും ഒരു വിമർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ കുഞ്ഞ് കവിതയിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയം സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല, അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടാകുമോ? അതിനുള്ള നീക്കങ്ങൾ ഇത്തരം ഈ കലകളോ സാഹിത്യങ്ങളോ ഒക്കെ വായിക്കുകയോ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. അത് അത്ര കണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ സർക്കാർ നിയമത്തിന്റെ ആ ചുവപ്പ് നാട, അത് നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ നിയമം ഉണ്ടാക്കുന്നത് നല്ലതെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവരുണ്ടാക്കുന്നത്. പക്ഷേ അതേ നിയമം തന്നെ കുരുക്കാക്കി മാറ്റുന്ന ഒരു വലിയ പ്രശ്നം.
ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇപ്പോൾ ഈ വയനാട് ദുരന്തം നടന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത്. ഞാൻ വളരെ കൗതുകപൂർവ്വം ഈ ദിവസങ്ങളിൽ വേദനയോടെ വായിക്കുമ്പോഴും അതിൻ്റെ അകത്ത് എനിക്കൊരു കൗതുകമുണ്ട്. അപ്പൊ ഈ 2 പഞ്ചായത്തുകള്, ഈ മുണ്ടക്കൈയും പിന്നെ ഈ പറയുന്ന ചൂരൽമലയും, എത്ര വീട് ഈ 2 സ്ഥലത്തും കൂടെ, ഈ ഒഴുകി വന്ന സ്ഥലത്തൂടെ പോയിട്ടുണ്ടാവും? ഏറിപ്പോയാൽ ഒരു 500 വീട് പോയിട്ടുണ്ടാവും. 500 വീട്. ഈ 500 വീട് ഇവിടെ പലരും ഇപ്പൊ കൊടുത്ത വാഗ്ദാനങ്ങൾ പത്രത്തിലൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 1000-ഓളം വീടുകൾ ഇപ്പൊ തന്നെ വാഗ്ദാനമുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാർ ഈ കൊടുക്കാമെന്ന് പറഞ്ഞ ഏജൻസി ആർക്കൊക്കെയാണ്? ഇതൊക്കെ എന്റെ ആ ഒരു തീഷ്ണതയുടെ പശ്ചാത്തലത്തിൽ വിചാരിക്കുന്നത് 1-2 ദിവസം കൊണ്ട് തിട്ടപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ ഇത് എത്ര വീട് പോയി എന്നുള്ളത്. അല്ലാതെ ഇതിനൊക്കെ അനന്തമായ മാസങ്ങൾ വേണോ? അതുപോലെ തന്നെ ഈ കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളെ ഏൽപ്പിക്കുന്നു. അപ്പൊ വളരെ പെട്ടെന്ന് ഈ സർക്കാർ മെഷീനറി ഒന്നും ഇതുപോലെ ചലിക്കേണ്ട കാര്യങ്ങളില്ല. 100 വീട് ഇവര് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ 100 വീട്, 100 വീട്, അപ്പോഴും ഇത് വളരെ സ്പീഡിൽ നടക്കും. പക്ഷെ അങ്ങനെ കൊടുക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുമോ? അവിടെയാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഈ നിയമങ്ങളെല്ലാം ചിലർക്കെല്ലാം ഗുണമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ വേറൊരു നിരീക്ഷണം വാട്സപ്പിൽ കാണുകയുണ്ടായി. 500 വീട് 2 കൂടെ കൊടുക്കാനുണ്ട്. ഒരു വീടിന് 50 ലക്ഷം രൂപ. ഈ 50 ലക്ഷം രൂപ ഈ വീട് ആർക്കാണോ പോയത് അവർക്ക് അങ്ങ് നേരെ കയ്യിലോട്ട് കൊടുക്കുക. 50 ലക്ഷം അവർക്ക് വെക്കാനുള്ള സ്ഥലം എവിടാന്ന് വെച്ചാൽ അവർക്കുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെക്കാൻ അനുവദിക്കുക, ഇല്ലെങ്കിൽ സ്ഥലം നഷ്ടപ്പെട്ടവരാണ് സ്ഥലം കൂടെ കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ 250 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ 500 വീട്, പക്ഷെ കൊടുക്കാൻ പറ്റുമോ? എത്രയോ സ്പീഡിൽ, എത്രയോ വേഗത്തിൽ. ഇത് സർക്കാർ ഇതിന്റെ അനങ്ങി തൂങ്ങി വരുന്ന നേരത്തിന് ഇതിന് അവരുടെ നോട്ട്, ഇവരുടെ നോട്ട്, സാറി പറഞ്ഞ പോലെ പച്ചമക്ഷി അവിടെ വന്നു, പിന്നെ അത് കെട്ടിവെച്ചു, മറ്റിടത്തോട്ട് അയച്ചു. ഇതൊക്കെ പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റുമെന്നല്ലാതെ ഇതെങ്ങനെ നടപ്പാകും? വാസ്തവത്തിൽ ഈ വ്യവസ്ഥിതിയും ഈ നിയമവും ഒക്കെ മാറ്റിമറിക്കപ്പെടേണ്ടുന്ന കാലഘട്ടമായി. കുറെ അധികം വെള്ളാനകളായിട്ട് ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് എന്താണ് 50,000-വും 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ വാങ്ങിയിട്ട് എന്ത് ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്? എന്നിട്ട് ആളുകൾ പറയും ഇത് വർക്ക് ലോഡ് ഭയങ്കരമാണ്. ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന്, ഞാൻ വില്ലേജ് ഓഫീസിൽ അത്ര ഉദ്യോഗസ്ഥരുണ്ട്, അത് എത്ര ആൾ ഈ നാട്ടിലുണ്ടെന്നുള്ള അനുസരിച്ചൊക്കെയാണ് നിയമിക്കുന്നതെന്നാണല്ലോ വൈപ്പ്. എന്നാൽ നമ്മളൊരു വരുമാന സർട്ടിഫിക്കറ്റ് എന്തിന്? ഞാൻ ഈ കൊല്ലത്തെ ഞാൻ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ തന്നെ കരമടയ്ക്കുന്ന ആളാണ്. വെറും കരമടയ്ക്കാനല്ല, വേറെ ഒരു കാര്യത്തിനും വേണ്ടി പോകുന്നില്ല. കരമടയ്ക്കാൻ ചെന്നിട്ട് 3 ദിവസം നടന്നിട്ടാണ് അവിടെ കരമടയ്ക്കാൻ പറ്റുന്നത്. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ അയാൾ നോക്കാൻ തന്നെ സന്നദ്ധ. ഇന്നിപ്പോ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഇവിടെ എല്ലാവരും വേറെ കളക്ടറുടെ മറ്റിടത്തെ മീറ്റിംഗ്, അവിടുത്തെ മീറ്റിംഗ്, അതിലെല്ലാം വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റിയില്ല. 1-ാം ദിവസം. 2-ാം ദിവസം ചെന്നപ്പോഴോ, 2-ാം ദിവസമാണ് അയാൾ പറയുന്നത് ഇത് പിന്നെ അക്ഷയ വഴിയാണ് ഇപ്പൊ അടയ്ക്കേണ്ടത്, ഇവിടെ സ്വീകരിക്കുന്നില്ല. അതാ തലേദിവസം പറഞ്ഞുകൂടെ? അപ്പോ ആദ്യത്തെ ദിവസം അതുപോലും പറയാൻ നേരമില്ല. 2-ാമത്തെ ദിവസമാണ് അക്ഷയ ചെന്ന് നമ്മൾ അയക്കാൻ വേണ്ടി നോക്കുമ്പോ ഈ പറയുന്ന അവിടെ കാണുന്നു ഇത് വില്ലേജ് ഓഫീസറുടെ ഏതാണ്ട് ഒരു അപ്രൂവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പൈസ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അത് എഴുതി കാണിക്കുന്നത്. വീണ്ടും നമ്മൾ വില്ലേജ് ഓഫീസിൽ വരും. അയാൾക്ക് അന്നത് നോക്കാൻ, ഇതെന്നാ കാര്യമൊന്നും നോക്കാൻ നേരെയില്ല. എന്നിട്ട് എൻ്റെ പരിചയത്തിൽപ്പെട്ട മറ്റൊരു വില്ലേജ് ഓഫീസർ, ഞങ്ങളുടെ ഒന്നിച്ച് സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്ന, യുവജന സംഘടനയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വില്ലേജ് ഓഫീസറെ വിളിച്ച്, ഇതാണ് കാര്യം, എനിക്ക് കരമടക്കാൻ വേണ്ടിയാ. ആ ഒരു ലേഡി വില്ലേജ് ഓഫീസറാണ് എൻ്റെ പരിചിത. അവര് ഈ പറയുന്ന വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എഴുതി കാണിക്കുന്നത് നിസ്സാരമായ പ്രശ്നമേ കാണത്തുള്ളൂ, അതങ്ങ് പൈസ എടുത്ത് വിടും. എന്നിട്ടും അയാളെ എടുത്തില്ല. എന്നിട്ട് എൻ്റെ സുഹൃത്ത് വില്ലേജ് ഓഫീസറാണ് ഈ പറയുന്ന ആളിനോട് അന്ന് വൈകിട്ട് വീണ്ടും സംസാരിച്ച് പിറ്റേ ദിവസം എനിക്ക് ആ വില്ലേജ് ഓഫീസറാണ് എൻ്റെ കരമടച്ച രസീത് എനിക്ക് അയച്ചു തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സർക്കാർ
അപ്പോഴാണ് ഇതൊക്കെ തീ വെച്ച് നശിപ്പിക്കണമെന്ന് നമുക്ക് ചിലപ്പോൾ നമ്മളെപ്പോലുള്ള മര്യാദക്കാർക്ക് പോലും ചിലപ്പോൾ തോന്നിപ്പോകുന്ന സംഗതിയായിട്ട് പറയാനുണ്ട്. ഏതായാലും എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ, എനിക്ക് വേറെ ഒരുപാട് അനുഭവങ്ങൾ ഈ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പറയാനുണ്ട്. പക്ഷെ ഇതൊക്കെ ആര് ഇത് അവസാനിപ്പിക്കും? എന്തായാലും സാറ് ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്ന് കുലുങ്ങിച്ചിരിച്ചതുപോലെ, സാറിന് അതിനുള്ള ചരിതാർത്ഥ്യം പോലെ ഇങ്ങനെയുള്ള കഥയും ഞാൻ ഓരോ മറിമായം കാണുമ്പോഴും ഞാൻ ഉള്ളിൽ വല്ലാതെ അങ്ങ് ചിരിക്കും. ഇങ്ങനെയെങ്കിലും ഒരു പ്രതിഷേധം, ഒരു പ്രതികരണം സമൂഹത്തിന്റെ ഉണ്ടാകുന്നുണ്ടല്ലോ, എന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും എന്ന് നമുക്ക് കരുതാം എന്ന് വിചാരിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും ഒരു നല്ല ഏകാധിപതിയോ ഏതെങ്കിലും ഒരു ധർമ്മിഷ്ഠനോ ഈ ലോകത്ത് ഉദയം ചെയ്യട്ടെ, ഇത്തരത്തിലുള്ള തിന്മകളെല്ലാം ഇല്ലാതാകാനായിട്ട്. കുറെ അധികം നെറികേടിന്റെ നിയമങ്ങളും ലംഘിക്കാൻ വേണ്ടി കുറെ നിയമങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. സാറിന് ഒരുപാട് നന്ദി. ഞാൻ ചില നീട്ടി പറഞ്ഞു, എൻ്റെ വികാരം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. നമ്മുടെയൊക്കെ മക്കള് ആരെങ്കിലും ഒക്കെ ഈ സർക്കാർ ഉദ്യോഗത്തിലേക്ക് വരുന്നെങ്കിൽ ഇതൊരു പാടാണെന്ന് പറഞ്ഞു കൊടുക്കാതെ നിങ്ങളെങ്കിലും നട്ടല് നിവർത്തി ഇത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവരങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എളുപ്പത്തിൽ കാശ് കിട്ടാനായിട്ടുള്ള മാർഗം ഉണ്ടെങ്കിൽ അതൊക്കെയല്ലേ ചെയ്യൂ. ഇപ്പൊ ഇതെല്ലാം പിന്നെ ഓൺലൈൻ ആക്കി എന്ന് പറയുന്നത് വെറുതെ, അത് മറ്റൊരു തട്ടിപ്പാണ്. ഒന്നും ഓൺലൈൻ ആക്കിയത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് വേണം. ഈ ഒരു ഗുണം ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നത് ചിലപ്പം ഇച്ചിരി അതിശോക്തിയായിരിക്കാം. എങ്കിലും ഈ പറയുന്ന ഗുണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരിദേവനം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി സാറിന് ഒരുപാട് നന്ദി. തത്വദീക്ഷകളുടെ പ്രതികൾ നഷ്ടപ്പെട്ട സിക്ക് നല്ല പേര്. ഓക്കെ. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് വൈദ്യ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്നുള്ള ആതുരാലയം. അവിടെ രോഗശാന്തിക്ക് വരുന്നവർക്ക് നൽകുന്ന ഭക്ഷണ സാധനങ്ങളുടെ ടെൻഡർ ക്ഷണിക്കുന്ന സ്ഥലം, അവിടുത്തെ ഓഫീസർ. എനിക്കത് വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ കാണാൻ പറ്റി. സാറിൻ്റെ ആ പ്രസൻറ്റേഷൻ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റി. അതുപോലെ തന്നെ സാറ് ടെൻഡർ വിളിച്ച കൂട്ടത്തിൽ സാറ് ഒരു കാര്യം ഒരു വാചകത്തിൽ പറഞ്ഞു. ഏതാ? ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ സാധനമാണ് വാങ്ങിക്കുന്നത്, ക്വാളിറ്റി അല്ല എന്ന് സാറൊന്ന് സൂചിപ്പിച്ചു. ഓക്കെ. അപ്പോൾ അവിടെ ക്വാളിറ്റി ബേസിലല്ല, ഏറ്റവും കുറഞ്ഞ ടെൻഡറിനാണ് ഇത് കൊടുക്കുന്നത്. അത് അവിടെ ഒരു സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു ഭാഗമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അതും വളരെ നന്നായിരുന്നു. പിന്നെ ടെൻഡർ കിട്ടാതെ വന്ന കോൺട്രാക്ടർമാരുടെ ഒരു വിഷമം. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചു, ഉപ്പുതറ വാവയുടെ കടയിൽ നിന്ന് ഈ CK പച്ചക്കറി മേടിക്കാറുണ്ട്. അപ്പോ അവന് ചെയ്തു കൊടുത്തതോ എന്ന് പറഞ്ഞാൽ ഏക്കും. അത് ശരിക്ക് ഏറ്റു വന്നത്. പിന്നെ ഈ ഹെഡ് ക്ലാർക്ക് സീറ്റിൽ വരാറില്ല. അതുപോലെ തന്നെ ഭരണം സ്വാധീനമുള്ളത് കൊണ്ട് എന്നും കാണിക്കാവുന്ന ഒരു ഭാഗം. ഓക്കെ. ഇതെല്ലാം ആ ഓഫീസിനെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അവിടെ എല്ലാം ഇതുപോലെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് വളരെ ഭംഗിയായി എൻജോയബിൾ ആയിട്ടാണ് ലക്ഷ്മൺ സാർ അത് പ്രസന്റ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ ഇത് കണ്ടു പഠിച്ചു. ഇതുപോലെയൊക്കെ അങ്ങ് പോകുന്നു, ഇതിനൊന്നും വേറെ ചെയ്യാനില്ല എന്നുള്ള ഒരു ഭാഗം. എന്നാൽ അതിനകത്ത് നമ്മൾ വളരെ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങ് പോകുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിനകത്ത് ഞാൻ ഇൻവോൾവ് ആയിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിൽക്കാം എന്ന് പറയുന്ന ഭാഗമൊക്കെ അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഓഫീസർമാരുടെ ഒരു താല്പര്യങ്ങളും ഈ പരാതിയും കോൺട്രാക്ടർമാരുടെ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആ പ്രസന്റേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ നന്നായിരിക്കുന്നു സാറേ. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനങ്ങളും പരാതിക്കാരെ വിളിച്ച് സംസാരിച്ച് വിടുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയാണ്.
അതിൽ അവസാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, അജ്ഞാനം ഉള്ളത് കൊണ്ട് ഞാൻ യേശു ആകാഞ്ഞത് എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയും കൂടി ആയപ്പോൾ ഇതെല്ലാം സാധാരണ സംഭവങ്ങളാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തത്. വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്തു. ആ ഓഫീസ് ശരിക്ക് കാണാൻ പറ്റി. ആ എല്ലാ ആൾക്കാരുടെയും വിചാരങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നുപോയി. നല്ല പ്രസന്റേഷൻ. താങ്ക് യു സാർ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഓക്കെ. ശ്രീകുമാരി മാം പറഞ്ഞല്ലോ. സ്നേഹലത മാം. ജോർജ് സാറേ. സാർ വളരെ വളരെ നന്നായിരുന്നു. ആ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് വളരെ നമുക്ക് ഹൃദ്യമായ തരത്തിൽ വളരെ നർമ്മബോധത്തോടെ സാർ പ്രസന്റ് ചെയ്തു. അതിൽ കൈക്കൂലി വാങ്ങിച്ചോ വാങ്ങിച്ചില്ലേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് തീരുമാനിക്കാം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. സാറ് സത്യസന്ധനാണോ അല്ലേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഈ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ചെയ്തു എന്നോ ആദർശവാനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ നടക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് സാറിന് നല്ലപോലെ ഉണ്ട്. നല്ല കഥ. സാർ ഇനി ഒരുപാട് ഒരുപാട് കഥകൾ എഴുതണം. താങ്ക് യു സാർ. താങ്ക് യു മാം. ജോർജ് സാർ. താങ്ക് യു സാർ. ലക്ഷ്മൺ സാറെ പ്രത്യേക അഭിനന്ദനം. പറയാതെ വയ്യ. കഥയുടെ ഉള്ളടക്കത്തെക്കാൾ ഉപരി അതിലെ സൂചനകളെ കുറിച്ച് പല ചിന്തകളും മനസ്സിൽ വന്നു. നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ട്രേഡ് യൂണിയൻ ചട്ടക്കൂടും ആ സുവർണ കവചം, ആ പ്രൊട്ടക്ഷൻ, ആ ഗാർഡ് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഈ സാധനം തീരില്ല. അഴിമതി എന്ന ദുർഭൂതം. കാരണം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ എണ്ണയിട്ട് 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്നത്. എനിക്കറിയാം, നേരിട്ടറിയാവുന്നതാണ്. പേരും പ്രശസ്തമായ 2 കമ്പനിക്കാര് ഞങ്ങൾ നല്ലൊരു അംഗൻവാടി പണിത് തരട്ടെ, വേണ്ട ആ പൈസ ഇങ്ങോട്ട് തന്നാൽ മതി, ഞങ്ങൾ പണി. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പൈസ തരില്ല എന്ന് പറഞ്ഞു കമ്പനിക്കാർ. അതുപോലെ മറ്റൊരു ഹെൽത്ത് സെന്റർ, ഞങ്ങൾ നല്ലൊരു ഹെൽത്ത്, നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ ഞങ്ങളൊരു നല്ലൊരു ഹെൽത്ത് സെന്റർ പണിത് തരാം. പറ്റില്ല, പൈസ ഇവിടെ അടയ്ക്കൂ, ഞങ്ങളാണ് അത് പണിയേണ്ടത്. എന്താ ചെയ്യണേ? അവർ പണിതാൽ പിറ്റേ വർഷം അത് അടുത്ത മഴയ്ക്ക് വരും. അത് ചിലത് ചോരണതിന് മുമ്പേ ഇടിഞ്ഞു വീഴും. അതാണ് സംവിധാനം. ഇതൊക്കെ ഓർമ്മിപ്പിക്കാനും തോന്നിപ്പിക്കാനും ചർച്ച ചെയ്യാനും ഇടയാക്കി എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കാൻ സാറിനോട് പറയാനുള്ളത്, തോന്നിയത്. വളരെ സന്തോഷം സാറേ. സാറിന്റെ കഥകൾ അല്ലെങ്കിലും രസകരമാണ്, ആസ്വാദ്യകരമാണ്. ഇനി അവതരിപ്പിക്കാൻ വരണം, കേൾക്കാൻ ഞങ്ങൾ കാത്തോർത്തിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു ലക്ഷ്മൺ സാർ. സാറിന് പറയാനുള്ള കമന്റ്സ് കൂടെ പറയാം, പൂർത്തിയാക്കാം. ഗവൺമെന്റ് സർവീസില് നമ്മൾ 35 വർഷം പൂർത്തിയായി. അപ്പോൾ അതില് 1-2 എറേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുമുട്ടും, നേരെ ഇരുന്നും അനുഭവത്തിലൂടെ അല്ലാതെ. അപ്പോൾ ഇതിലെ അന്വേഷണ വിധേയമായിട്ട് പല ആൾക്കാരെ സസ്പെൻഡ് ചെയ്യും. ഈ സസ്പെൻഷൻ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഞാനും പെടാറുണ്ട്. അങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു പാർട്ടായി ഇരുന്നുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ അന്വേഷണ സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഇതിൽ അകപ്പെട്ട കുറ്റവാളിയെ കണ്ടെത്തുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് വളരെയധികം ശിക്ഷാ നടപടികൾക്ക് വിധേയനാകുകയും അദ്ദേഹത്തെ പുറത്താക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം മരിച്ചും പോയി. അത് എൻ്റെ മനസ്സിലുണ്ട്. ആ ആളെ അല്ല, ഞാൻ എന്നെയാണ് കാണുന്നത് അഴിമതിക്കാരനായിട്ട്. ആ അദ്ദേഹത്തിന്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു അയാളുടെ കുടുംബ പേരോ എല്ലാം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ കാണാപ്പാടമുണ്ട്. അതൊന്നും നമുക്കിവിടെ ആവർത്തിക്കാനാവില്ല. അതുകൊണ്ട് അതിലെ അഴിമതിക്കാരൻ ഞാൻ തന്നെ ആവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വലിയൊരു ആശുപത്രിയിൽ ആണ് ജോലി ചെയ്യുന്നതെന്നും എന്നിലെ അഹങ്കാരം അതെല്ലാം ആ ഒരു മനുഷ്യനിൽ ഞാൻ കണ്ട
ഞാൻ ഒബ്സർവ് ചെയ്തതാണ്. അപ്പൊ എനിക്കൊരിക്കലും അദ്ദേഹത്തെ നികൃഷ്ടനായോ വേറെ രീതിയിലോ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഞാൻ ഫയലിലൂടെയും ഈ അന്വേഷണ വിദഗ്ധരുടെ കൂടെ നടന്ന് പഠിച്ച് മൊഴി എഴുതിയെടുത്തും എനിക്ക് മനസ്സിലായതാണ്. ഇതുപോലെ പല അന്വേഷണങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷിയാകുകയും പല അന്വേഷണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ അനാസ്ഥയിൽ ജീവിതങ്ങൾ നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ ഇടത് കണ്ണിന് പകരം വലത് കണ്ണെടുത്ത് മാറ്റപ്പെടുകയോ, ഇടതുകാലിന് പകരം വലതുകാൽ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുന്ന അവസരങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ എൻക്വയറി വരാറുണ്ട്. അതിലെല്ലാം ഞാൻ ഭാഗഭാക്കായിട്ടുണ്ട്. എനിക്ക് എല്ലാം തുറന്നു പറയാനാവില്ല. ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ സർവീസ് തുടരുന്നതുകൊണ്ട് ഒരു കാര്യം. രണ്ട്, ചില ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഞാൻ എൻ്റെ മനസ്സിലുണ്ട്, വേറെ കോറിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അവരുടെ ഒരു എന്താ പറയാ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ മരണശേഷം എനിക്കത് എഴുതാനാവും. അപ്പൊ അത് ഇനിയുണ്ട്. ഹെൽത്ത് രംഗത്തിൽ തന്നെ ഉണ്ട് പലതരം പല രീതിയിലുള്ള എന്താ പറയാ, അഴിമതിയും തന്നെ പറയാം, തുടച്ചു നീക്കാനാവാത്ത വിധം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വന്ന് അവരെ രക്ഷപ്പെടുന്ന ഭാഗമുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും ഒരു ക്ലാർക്കിന് വന്ന അപജയമാണ് ഞാനത് തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞിന് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറുമ്പൊരു കസാലയിൽ തുരുമ്പൊരു കസാലയിൽ മേക്കസാലയിൽ ഒരു കഴുതക്കാലും സർക്കാരാ പീസായി. കുറുമ്പൊരു കസാലയിൽ തുരുമ്പൊരു കസാലയിൽ മേക്കസാലയിൽ ഒരു കഴുതക്കാലും സർക്കാരാ പീസായി എന്നെല്ലാം അദ്ദേഹത്തിന് എഴുതാൻ തോന്നിയത് ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാവണം. അതെല്ലാം വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയെന്നേ ഉള്ളൂ. അത് നന്നായി നിങ്ങൾക്കെല്ലാം എന്താ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. സാബു സാർ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ ആയിരം നന്ദി കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും എല്ലാ അഴിമതിയുടെ പുറംഭാഗം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ ബാക്കി പത്രത്തിലും ഒരു ബലിയാടുണ്ടാവും അല്ലെ? ആ ബലിയാടുകളാണ് സത്യത്തില് പ്രശ്നത്തിലായി പോകുന്നത്. ഓക്കെ, താങ്ക് യു സാർ. വളരെ മനോഹരമായി സാർ അത് പ്രകടിപ്പിച്ചു. താങ്ക് യു വൺസ് അഗെയിൻ. നാളെ നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ദിവസമാണ്. നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ വീണ്ടും ലക്ഷ്മൺ സാറ് കഥകളും കവിതകളും ഒക്കെ ആയിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ പൂർണ്ണമായും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.